ഞാനൊരിക്കൽ ഒരു പരിപാടിയെ സംബന്ധിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു വിദ്യാർത്ഥി എന്നോട് ഒന്ന് ഫോൺ തരുമോ, ഒന്ന് കോൾ ചെയ്യാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഫോൺ കൊടുത്തു. പക്ഷേ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്തേ ഫോൺ എടുക്കാൻ മറന്നുപോയോ ചോദിച്ചു. അല്ല, ഞാൻ 1.5 മാസത്തേക്ക് ഫോൺ ഒഴിവാക്കിയതാണ്. അപ്പം ഞാൻ ശരിക്കും നോക്കി അത്ഭുതപ്പെട്ടു പോയി. ആ കുട്ടി ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി 1.5 മാസത്തേക്ക് ഇൻ്റർനെറ്റും ഫോണൊക്കെ ഒഴിവാക്കി അതിനുവേണ്ടി മാത്രം ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടിട്ട് വരികയായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, യഥാർത്ഥത്തിൽ നമുക്ക് എത്ര പേർക്ക് അങ്ങനെ സാധിക്കും? നമ്മുടെ ഫോണ് ഒന്ന് മാറ്റി വെക്കാൻ, അല്ലെങ്കിൽ അതൊന്ന് ഓഫാക്കി വെക്കാൻ, അല്ലെങ്കിൽ അത് തൊട്ടടുത്ത റൂമിൽ ഓഫാക്കി വെക്കാൻ, അല്ലെങ്കിൽ അലമാറയിലോ മറ്റോ വെച്ചിട്ട് പുറത്തോട്ട് പോകാൻ നമുക്ക് ഒരു ദിവസം സാധിക്കുമോ ഇന്നത്തെ അവസ്ഥയിൽ? അല്ലെങ്കിൽ ഒരാഴ്ച സാധിക്കുമോ? അങ്ങനെ നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ ഫോൺ ഓഫാക്കി മേശപ്പുറത്ത് വെച്ചാൽ പോലും നമ്മുടെ ശ്രദ്ധ യഥാർത്ഥത്തിൽ ഫോണിലേക്കായിരിക്കും. ആരെങ്കിലും ഏതെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമെയിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും ഫോട്ടോ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ന്യൂസുകൾ വന്നിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധ 50% ശ്രദ്ധയും ഫോൺ വന്നതോടുകൂടി ഫോണിലേക്കായി മാറിയിട്ടുണ്ട്. നമ്മുടെ ഒരു ഗോൾ സെറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയം അത്രയും നമ്മുടെ ഫോണിലേക്ക് ചുരുങ്ങിപ്പോവുകയാണ്. നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ ബിസിനസ്സുകളിലും നമ്മുടെ ഗോൾ സെറ്റിങ്സിലും എല്ലാം തന്നെ ശ്രദ്ധയെ പരമാവധി നമ്മുടെ ഫോണും ഇൻ്റർനെറ്റും ചൂഷണം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സംഗതിക്ക് വേണ്ടി മാത്രം ഫോൺ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ ചിന്തിക്കുമ്പോഴേക്ക് 4 കോളുകൾ പല ഭാഗത്തുനിന്ന് വരും. ഒന്നിക്കൽ ലോകകപ്പിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതസംഘടനകളെ കുറിച്ചാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ ഫ്രണ്ട്ഷിപ്പിലെ ബന്ധങ്ങളെ കുറിച്ചാകാം. ഏത് രീതിയിലായാലും ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത അതിലേക്ക് ചായുകയായി. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ചിന്തിച്ച് ഒരു ആശയം, ഒരു ബിസിനസ് പരമായ ഒരു ആശയം ചിന്തിച്ച് അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ പോയി. പിറ്റേ ദിവസം അതേപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കോൾ വരും. അപ്പോൾ അങ്ങനെ കോളുകൾ വരുമ്പോഴോ മെസ്സേജ് വരുമ്പോഴോ ഒക്കെ തന്നെ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോവുകയാണ്. ഇത് എത്ര സമയം നമ്മൾ ഈ ഫോൺ ഓഫാക്കി വെക്കുന്നോ അത്രയും സമയം നമുക്ക് നമ്മുടെ കഴിവുകൾ, നമ്മുടെ ഇത് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കഴിവുകൾ കുറയുകയല്ല. നമ്മുടെ ശാന്തത, നമ്മുടെ ശ്രദ്ധ, അതേപോലെ നമ്മുടെ മനസ്സമാധാനം എല്ലാം തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ഫോണുകൾ ഓഫാക്കി വെക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വിഷയത്തിൽ ഫോണുകളിൽ നിന്ന് ശ്രദ്ധ മാറ്റി നമ്മുടെ ഈ ആശയങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുമ്പോഴാണ് നമുക്ക് പുരോഗതി ഉണ്ടാകുന്നത് എന്നാണ് ആധുനിക പഠനം പറയുന്നത്.